ഹലോ, സായി സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാ കൂട്ടുകാർക്കും? അപ്പോൾ അതാ ഞാൻ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ജ്യൂസ് പറഞ്ഞാൽ അവക്കാഡോ കൊണ്ടാണ് കേട്ടോ ജ്യൂസ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ സെക്കൻഡ് ടൈമാട്ടോ ഉണ്ടാക്കണത്. ഫസ്റ്റ് ടൈം കുറേ മുന്നെയാണ് ലച്ചുമോളൊക്കെ ചെറുതായെന്ന് ഉണ്ടാക്കിയതായിരുന്നു. അന്ന് എനിക്ക് വലിയ ഒരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ഇതിൽ ചെയ്ത പോലെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ നമ്മുടെ ജ്യൂസിന്. കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കും വേണം. കാരണം നന്നായിട്ട് അങ്ങോട്ട് നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മുടെ ജ്യൂസിന് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കളർ മാറി മതി കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ സൈഡൊക്കെ ഇങ്ങനെ കരിയും. അപ്പോൾ കരിഞ്ഞു പോയാൽ അതിൻ്റെ ഒരു ചുവ വരും കേട്ടോ. അപ്പോൾ അതാ ഒരു സ്പൂൺ വെച്ച് ഞാൻ അങ്ങനെ ഇളക്കി കൊടുത്തു. അപ്പോൾ അതാ ഒരു ചെറിയൊരു ബ്രൗൺ കളർ വന്നപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കട്ട കുത്തിയ പോലെയൊക്കെ തോന്നും, സാരമില്ല. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഒക്കെ റെഡിയാവും കേട്ടോ. അതിൻ്റെ കളർ തന്നെ മാറും. അപ്പോൾ അതാ അത് തിളച്ച് ഒക്കെ ഒന്ന് കുറുകി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, കളർ തന്നെ മാറി. അപ്പോൾ ഇനി നമുക്ക് ജ്യൂസ് അടിക്കാനുള്ളത് നോക്കാം കേട്ടോ. അതൊന്ന് ചൂടാറിക്കോട്ടെ. അപ്പോൾ അതാ ഞാൻ അവക്കാഡോ ഒക്കെ അതിൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒരു 10-15 ബദാം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് പുതിർത്തൊന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതാ അതിലേക്ക് ഒരു 3 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് മധുരത്തിന് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത്രയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ അതാ ഒരു 4 ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തണുപ്പിച്ച പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സിറപ്പ് ഉണ്ടല്ലോ, അതൊന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ എത്രയേ ഉള്ളൂ, നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചെറിയ തരിപ്പുണ്ടാവും കേട്ടോ. കാരണം നമ്മുടെ ബദാമിൻ്റെ ഒരു ഇതുണ്ടാവും. അതിങ്ങനെ നമ്മൾ കുടിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതാ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആ സിറപ്പ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബദാം കട്ട് ചെയ്തതും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. ഓപ്ഷനിലാണ്, ഞാൻ ജസ്റ്റ് ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി വെച്ചതാട്ടോ. അപ്പോൾ അതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റും കൂടി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്